ഇന്ന് നമ്മള് ഒരു ചെറിയ ട്രിപ്പ് പോവാ. ഇന്ന് സൺഡേ അല്ലേ, അപ്പോൾ നമുക്ക് ചെറിയൊരു ട്രിപ്പ് വിടാം. ഓക്കെ. ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ചെറിയൊരു ട്രിപ്പ് പോവാണ്. ഞാൻ ഓൾറെഡി ഇപ്പോൾ കണ്ടല്ലോ നിങ്ങൾ, അവളോട് പറയണേ. അപ്പോൾ ഇന്ന് ചെറിയൊരു ട്രിപ്പാണ്. ഇവിടെ നിന്ന് അടുത്ത് തന്നെയുള്ളൊരു സ്ഥലമാണ്, 2 മണിക്കൂർ ഡ്രൈവ് എമറാൾഡിലേക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോണേ. ഓക്കെ, അപ്പോൾ ഇനി ഓൺ ദ വേയിൽ ഓരോ വിശേഷങ്ങളൊക്കെ പറയാം. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്നാണ് പോകുന്നത്. അപ്പോൾ ഇനി അവിടെ പോയിട്ടുള്ള അടിപൊളി കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഓക്കെ. ഓ, കിഡ് വ്യൂ എന്ന് പറഞ്ഞാൽ കിഡ് വ്യൂ കേട്ടോ. നിർത്തി ഫോട്ടോ എടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ നമുക്കതിന് സമയപരിമിതി കാരണം വേഗം പോയേ പറ്റൂ. കാൽഗറിയിൽ നിന്ന് അത്യാവശ്യം ദൂരമുണ്ട് ഈ എമറാൾഡ് ലേക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. അപ്പോൾ ഈ പോകുന്ന വഴിയിൽ നമ്മൾ ഓരോ സ്പോട്ടിൽ നിർത്തി ഫോട്ടോ എടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ അവിടെ എത്തുമ്പോഴേക്കും ലേറ്റ് ആവും. ഇപ്പോൾ തന്നെ ഞങ്ങൾ ഏകദേശം ഒരു 7:30 ഒക്കെ ആയപ്പോൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലേറ്റായാൽ എന്താ പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എമറാൾഡ് ലേക്കിൽ പാർക്കിങ് വളരെ ചെറുതാണ്. ഏകദേശം ഒരു 50-60 കാർസിന് പാർക്ക് ചെയ്യാനുള്ള സ്പേസേ ഉള്ളൂ. അപ്പോൾ ഏർലി മോർണിംഗ് തന്നെ ചെല്ലുമ്പോൾ തന്നെ പാർക്കിംഗ് അവിടെ ഓൾമോസ്റ്റ് ഫുള്ളായിരിക്കും. ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ ഏകദേശം എറണാകുളം ലേക്കിൻ്റെ ആ വഴി കയറിയിരിക്കുകയാണ്. ഇത് ഏകദേശം നാച്ചുറൽ ബ്രിഡ്ജിൻ്റെ അതിലൂടെ തന്നെ സ്ട്രെയിറ്റ് പോകുന്നൊരു വഴിയാണ്. ഞങ്ങൾ ഏകദേശം ഒരു 3 കാറിലായിട്ടാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഫ്രണ്ട്സായിട്ടാണ് പോകുന്നതെന്ന്. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അറിയാൻ നമുക്ക് പാർക്കിംഗ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം. ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ സ്പോട്ടിലെത്തി. പക്ഷേ ഇവിടെ നേരത്തെ വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പാർക്കിംഗ് കിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് എന്തോ ലക്കിന് ഒരു വണ്ടിക്ക് കിട്ടി, ബാക്കി 2 വണ്ടിക്കും കിട്ടിയിട്ടില്ല. ഞങ്ങളപ്പോൾ അതുകൊണ്ട് ബാക്കി 2 വണ്ടി ഇപ്പോൾ പാർക്കിംഗ് നോക്കി പോയേക്കുക. ഇവിടെ ശരിക്കും പറഞ്ഞാൽ 60 വണ്ടിക്ക് ഇടാനുള്ള പാർക്കിംഗ് സ്പോട്ടേ ഉള്ളൂ. അപ്പോൾ മാക്സിമം നേരത്തെ വന്നാലാണ് നിങ്ങൾക്ക് പാർക്കിംഗ് ഒക്കെ കിട്ടുള്ളൂ. ആ ഫ്രണ്ടിൽ പോയിന്ന് ഞങ്ങൾ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നു. പക്ഷേ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇത്ര രാവിലെ വന്നിട്ട്. അതുകൂടാണ്ട് തന്നെ അവിടെ എന്തോ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് ഫോട്ടോ എടുക്കൽ നടക്കുമെന്ന് തോന്നുന്നില്ല. ഗായ്സ്, അങ്ങനെ ഞങ്ങളിപ്പോൾ നടന്നു തുടങ്ങിയിരിക്കുകയാണ്. ട്രയലിൻ്റെ ഇപ്പോൾ റോഡും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റോഡായിട്ടാണ് തോന്നുന്നത്. ഏകദേശം ഒരു 5 കിലോമീറ്റർ ഉണ്ടെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. എന്തായാലും പോയി നോക്കാം. കാരണം ഞങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ എത്രത്തോളം അവർ നടക്കുമെന്നറിയത്തില്ല. എന്തായാലും പോയി നോക്കാം. ഗായ്സ്, ഈ സ്ഥലം ഒന്ന് നോക്കി ഗായ്സ്, എന്ത് കിടുക്കാച്ച സ്ഥലം ഒന്ന് നോക്കൂ. അടിപൊളി സ്ഥലം. ഇത്രയും പൊളി വൈബ് ഇരുന്നുണ്ട് ഒരു ചായയും ബിസ്ക്കറ്റൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അത് വേറൊന്നും തന്നെയാണ്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു കേട്ടോ, വഴിയൊക്കെ നല്ല വഴിയായിരുന്നു. പക്ഷേ പിന്നീട് വഴിയുടെ അവസ്ഥയൊക്കെ അങ്ങോട്ട് മാറി, വളരെ മോശമായി തുടങ്ങി. ഫുള്ള് ചെളിയും കാര്യങ്ങളൊക്കെ ആയി, ഒരു ഓഫ് റോഡ് പോകുന്ന ഫീലായി മാറി. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ തലേദിവസം ഇവിടെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാരണം കൊണ്ടാണോ എന്നറിയത്തില്ല. പല വഴിയിലും നമുക്ക് എന്താ പറയുക, ഭയങ്കര സ്ലിപ്പറി ആയിരുന്നു. നോക്കി നടന്നില്ലെങ്കിൽ അവിടെ വീഴാൻ വളരെ ചാൻസ് കൂടുതലായിരുന്നു. പക്ഷേ ഭാഗ്യത്തിന് നമ്മുടെ കൂട്ടത്തിൽ ആരും വീണില്ല കേട്ടോ. അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ, ആരും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. സേഫായിട്ട് തന്നെ ഞങ്ങൾ ഇത് കംപ്ലീറ്റ് ചെയ്തു. ആക്ച്വലി അപ്പോൾ ഞങ്ങളിപ്പോൾ 5 കിലോമീറ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തേക്കുവാണ്. പകുതി വരെ കുഴപ്പമൊന്നുമില്ല, റോഡുകൾ നല്ല റോഡാണ്. പക്ഷേ അത് കഴിയുമ്പോഴേക്കും റോഡ്
വളരെ മോശം, പ്രത്യേകിച്ച് മഴയും കൂടി പെയ്തുകൊണ്ട്. ഓക്കെ, സക്സസ്ഫുള്ളി ഞങ്ങളിപ്പോൾ ഇവിടം വരെ എത്തി. ഇനി പാർക്കിങ്ങിലേക്ക് കിടക്കാം. ഗൈസ്, അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. റിവറിൻ്റെ ഓൾമോസ്റ്റ് എൻ്റെ എത്തിയ ബ്രിഡ്ജ് വരെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, എല്ലാവരും ടയേർഡായി തുടങ്ങി. ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്തു കഴിഞ്ഞ് അവിടെ നിന്ന് തിരിച്ച് പുറപ്പെട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 217 കിലോമീറ്റേഴ്സ് ട്രാവലുണ്ട്. ഏകദേശം ഒരു 2 hours മേലെ ഡ്രൈവ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് ഒരു ചെറിയൊരു വ്ളോഗ്. അപ്പം ഞങ്ങൾ ഈ സ്ഥലത്ത് പോയപ്പോൾ ഓർത്തൊന്ന് നിങ്ങളെയും കൂടി ഇത് കാണിക്കാം എന്നുള്ളൊരു ഇതിലാണ് ഇപ്പോൾ ഇത് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം. ഓക്കെ, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.